السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين، أما بعد. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنك عفو تحب العفو فاعف عنا. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها، أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തു അൽ വാസിത്തിയ്യയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വിശദീകരിക്കുന്ന ആയത്തുകളിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത് ഈ ആയത്താണ്. വഖൗലുഹു ഇൻ തുബ്ദൂ ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫു അൻ സൂഇൻ ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ. ഇൻ തുബ്ദൂ ഖൈറൻ, വല്ല നന്മയും നിങ്ങൾ വെളിപ്പെടുത്തുകയോ, ഔ തുഖ്ഫൂഹു അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ, ഔ തഅഫു അൻ സൂ ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് നിങ്ങൾ മാപ്പ് നൽകുകയോ, എന്താണെങ്കിലും ശരി, ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ, തീർച്ചയായും അല്ലാഹു അവൻ അഫുവും ഖദീറുമാണ്. അവൻ ധാരാളമായി മാപ്പ് നൽകുന്നവനും ഖദീറൻ എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. വഖൗലുഹു, അടുത്ത ആയത്ത്, വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വൽയഅഫൂ, അവർ മാപ്പ് നൽകട്ടെ, വൽയസ്ഫഹൂ അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, പോട്ടെ എന്ന് വെക്കട്ടെ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ അവനേറെ റഹ്മത്ത് ചൊരിയുന്നവനാണ്. ആദ്യം ഓതി ആയത്ത് നോക്കൂ, സൂറത്തു നിസായിലെ ആയത്താണ്. ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ രണ്ട് പേരുകൾ നമുക്ക് കാണാം. അള്ളാഹു എന്ന പേര് കൂടി കൂട്ടിയാൽ 3 പേരുകൾ. ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ, അള്ളാഹു അഫുവും ഖദീറുമാണ്. അള്ളാഹു അഫുവും ഖദീറുമാണ്. ഈ വിശേഷണങ്ങളും പേരുകളും എല്ലാം പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച പാഠം ഓർക്കുക. അതായത് എല്ലാ പേരുകളും അള്ളാഹു എന്ന പേരിലേക്ക് ചേർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ സമീഉൻ ബസീർ, ഇന്നല്ലാഹ ഗഫൂർ റഹീം, ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്, അള്ളാഹു പുറത്തു നൽകുന്നവനാണ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് അതുപോലെ എന്തു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെതാണ് ഏറ്റവും നല്ല പേരുകളെല്ലാം, എല്ലാം ഈ പേരിലേക്കാണ് മടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേരേത് എന്ന് ചോദിച്ചാൽ ഉത്തരം അള്ളാഹു എന്ന പേരാണ്. അള്ളാഹ് എന്ന പേരാണ്. ആ പേര് ലോകത്ത് ഇതുവരെ ഒരു മുശ്രിക്കും അവരുടെ ഒരു ഇലാഹിനെയും ആ പേരിട്ട് വിളിച്ചിട്ടില്ല എന്നാണ്. ഒരു മുശ്രിക്കും ലോകത്ത് ഇതുവരെ ഒരാളെയും ആ പേര് വിളിച്ചിട്ടില്ല. അള്ളാഹു അഫുവും ഖദീറുമാണ് എന്ന് ഈ ആയത്തിൽ പറയും. അഫു എന്ന അള്ളാഹുവിൻ്റെ പേരിലുള്ളത് അൽ അഫു എന്ന അവൻ്റെ സിഫത്താണ്. അഫൂൻ എന്ന സിഫത്ത്, അഫൂൻ. എന്നാൽ അള്ളാഹുവിൻ്റെ പേരെന്താണ്? അൽ അഫുവു. ഇവിടെ വായിന് ഷദ് നൽകിക്കൊണ്ട്, ഫായിന് ദമ്മ് നൽകിക്കൊണ്ടാണത്. അൽ അഫുവു, ഫായിന് ദമ്മും അതുപോലെ വാവിന് ഷദ്ദുമുണ്ട്, അൽ അഫുവു. എന്നാൽ ഫായിന് സുക്കൂന് നൽകിക്കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാപ്പ് എന്നാണ്. മാപ്പ് എന്ന കാര്യത്തിന് അൽ അഫു എന്നാണ് പറയുക. ഇത് റമദാനിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് ഞാൻ ചൊല്ലേണ്ടത് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചത് ഇങ്ങനെയാണ്: നബിയെ, ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്നറിഞ്ഞാൽ ഞാൻ എന്ത് ദുആ ചെയ്യണം എന്നാണ്.
പണ്ഡിതന്മാർ ആ ചോദ്യത്തിൽ നിന്ന് പറഞ്ഞത് കാണാം, അതിനുള്ളൊരു ഗുണപാഠമായി. അതായത് ഒരു മുഅ്മിനിന് അവൻ്റെ ഉള്ളിൽ ലൈലത്തുൽ ഖദർ ആയാൽ പ്രത്യേകമായൊരു അനുഭവം അവൻ്റെ ഈമാനിനനുസരിച്ച്, അവൻ്റെ സത്യസന്ധതക്കനുസരിച്ച് അള്ളാഹു തോന്നിപ്പിച്ച് നൽകിയേക്കാം ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന്. പുറമേക്ക് കാണുന്ന അടയാളങ്ങൾക്ക് പുറമെയാണിത്. പുറമേക്ക് കാണുന്ന അടയാളങ്ങളുണ്ട്. അതായത് ആ രാത്രി പൊതുവെ കടുത്ത ചൂടോ കടുത്ത തണുപ്പോ ഇല്ലാത്ത ഒരു സന്തുലിതമായ കാലാവസ്ഥയുള്ള രാത്രിയായിരിക്കും. അതുപോലെ സമാധാനം നിറഞ്ഞ രാത്രിയായിരിക്കും. അതിൻ്റെ പിറ്റേന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന് കിരണങ്ങൾ ഉണ്ടാവുകയില്ല, ചുവന്ന നിറത്തിലാണ് അത് ഉദിക്കുക. കാരണം മലായിക്കത്ത് ഭൂമിയിലെ ചരൽ കല്ലുകളുടെ എണ്ണം മലക്കുകൾ ആ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നാണ്. ഈ മലായിക്കത്ത് തിരിച്ച് രാവിലെ മുകളിലേക്ക് കയറി പോകുന്നത് കൊണ്ടാണ് സൂര്യന് അന്ന് കിരണങ്ങളില്ലാതിരിക്കുക എന്നാണ്. ഇങ്ങനെയുള്ള പ്രകടമാകുന്ന അടയാളങ്ങൾക്ക് പുറമെ ഒരു മുഅ്മിനിന് അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സമാധാനവും ശാന്തിയുമെല്ലാം ആ രാത്രി അനുഭവപ്പെട്ടേക്കും. അതിനുള്ള തെളിവാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ചോദ്യം. കാരണം നബിയെ, ലൈലത്തുൽ ഖദർ ഏതാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ അതെങ്ങനെ അറിയും എന്ന് തിരിച്ചു ചോദിച്ചില്ല. ഇല്ല, അങ്ങനെ അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ല. ഒരു മുഅ്മിൻ്റെ മനസ്സിൽ അയാളുടെ ഈമാനിനും അയാളുടെ സത്യസന്ധതക്കും ഒക്കെ അനുസരിച്ച് അള്ളാഹു അങ്ങനെയുള്ള തോന്നൽ നൽകിയേക്കാം. എന്ത് തന്നെയായാലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ എന്തു ചൊല്ലണം? ആയിഷ റളിയല്ലാഹു അൻഹ ഈ ചോദ്യം, ഞാൻ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന്, ഇന്ന രാത്രിയാണെന്ന് അറിഞ്ഞാൽ എന്ത് ചൊല്ലണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത ദുആ ഏതാണ്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഇന്നക അഫൂൻ, അവിടെ വാവിന് ശബ്ദാണ്, പേരാണ്. അള്ളാഹുവേ, നീ അഫൂവാണ്, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പ് നൽകണമേ, വിട്ടു നൽകണമേ. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ദുആ ആണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ പ്രത്യേകമായി ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടതാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലും ഈ ദുആ ചെയ്യാം. പണ്ഡിതന്മാർ സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായ ഫലം ഉള്ള ദുആ ആണിത് എന്ന് പറഞ്ഞത് കാണാം. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഒരാൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞൊരു കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. ഒരു റമദാൻ 27-ാം രാവിന് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ പിതാവും 3 പേരും കൂടി ഒരു റമദാൻ 27-ന് മദീനയിൽ വെച്ച്, അവർ മദീനക്കാരാണ്, മസ്ജിദ് നബവിയിലേക്ക് പോകുമ്പോൾ കാണുകയാണ് അവിടെ റോഡ് സൈഡിൽ ഒരു കാറ് നിർത്തിവെച്ച് അതിൽ ഉച്ചത്തിൽ മ്യൂസിക് വെച്ച് കുറേ ചെറുപ്പക്കാർ അതിൽ ഇരിക്കുകയാണ്. റമദാൻ 27-ാം രാവാണ്. ഇവർ അങ്ങോട്ടേക്ക് ചെന്നു, കാറിനടുത്തേക്ക് ചെന്നു. ഷെയ്ഖ് പറയാണ്, അവരോട് ഞാൻ പറഞ്ഞു, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ആളുകളെല്ലാം അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകുന്ന രാത്രിയാണ്, ഇത് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അവരത് ഓഫ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഷെയ്ഖ് പറയണേ, ഞാൻ അവരെ കൊണ്ടത് പറയിപ്പിച്ചു, അവരത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ഒരു ദഅവത്തിൻ്റെ ഭാഗമായി എൽമിയായ മജ്ലിസുകൾക്ക് വേണ്ടി പോയ സന്ദർഭത്തിൽ മറ്റൊരു രാജ്യത്ത് ദർസ് കഴിഞ്ഞോ മറ്റോ ഒരു ചെറുപ്പക്കാരൻ്റെ അരികിലേക്ക് വന്നു. നല്ല ദീനിയായ അടയാളങ്ങളുള്ള താടിയൊക്കെ വളർത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. വന്നിട്ട് എന്നോട് ചോദിച്ചു, ഷെയ്ഖ് എന്നെ ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു രാത്രിയിൽ അന്ന് ആ ഒരു സംഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ കാറിൽ അന്ന് ഞാനുണ്ടായിരുന്നു. അന്ന് ആ ദുആ പറഞ്ഞതായിരുന്നു എൻ്റെ തൗബയുടെ തുടക്കം. അതിനുശേഷമാണ് എൻ്റെ ജീവിതം മാറിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നന്മകൾ ചില ആളുകൾക്ക് അവരുടെ ജീവിതം മാറ്റാൻ അത് മുഖേന വഴിയൊരുക്കിയേക്കും. ചില നന്മകൾ ചിലരുടെ ജീവിതം മാറ്റാൻ ചിലപ്പോൾ ഒരൊറ്റ ദുആ ആയിരിക്കും, അതൊരാളുടെ ജീവിതം അങ്ങ് മാറ്റിയേക്കാം. അത് ചിലപ്പോൾ മറ്റൊരാൾ ചെയ്യുന്ന ദുആ ആകാനും മതി. ഇതുപോലൊരു കഥ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്.
ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്ന ഒരാൾ, ഷെയ്ഖിന് നേരത്തെ പരിചയമുള്ള ആളാണ്. ഇയാൾ സംഗീതത്തിൻ്റെ അടിമയാണ്. സ്ഥിരമായി സംഗീതം കേട്ടിരുന്നത്, ഒഴിവാക്കാൻ പറ്റാതിരുന്ന, അതിനുവേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം ഇബ്നു ബാസിൻ്റെ അരികിലേക്ക് വരാൻ മടിക്കുകയോ മറ്റോ ചെയ്തു. അങ്ങനെ ഇബ്നു ബാസ് അല്ലെങ്കിൽ മറ്റുള്ള ദീനിയായ ആളുകൾ തന്നെ ഇതിൻ്റെ പേരിൽ കുറ്റം പറയും എന്ന് പേടിച്ചിട്ടാണ്, ആ അപകടം പേടിച്ചിട്ടാണ് എന്ന് അദ്ദേഹം ഇബ്നു ബാസിനോട് ന്യായവും പറഞ്ഞപ്പോൾ ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, ഒമ അഅ്ളമ മുസീബത്തിക ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ നിൻ്റെ മുസീബത്ത് എത്ര വലുതായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇബ്നു ബാസ് എനിക്ക് വേണ്ടി ആ സമയത്ത് ദുആ ചെയ്തു, തൊണ്ടയിടറി ദുആ ചെയ്തു, കൈകൾ ഉയർത്തി ദുആ ചെയ്തു, അള്ളാഹുവേ ഇയാളെ നന്നാക്കണം എന്നർത്ഥത്തിൽ ദുആ ചെയ്തു. ഇദ്ദേഹം പറയുകയാണ് ഈ സംഗീതത്തിന് അടിമയായിരുന്നു ഇദ്ദേഹം പറയുകയാണ്. പിന്നീട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ പ്രത്യേകമായി ഒന്നും പഠിക്കുകയോ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം ദീനിയായി തീരെ വിവരമില്ലാത്ത ആളുമല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല. പക്ഷെ അള്ളാഹു ഈ സംഗീതത്തോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ ഖൽബിൽ നിന്ന് എടുത്തു നീക്കി കളഞ്ഞു. മറ്റൊരു കാരണവും എനിക്കറിയില്ല, ഇബ്നു ബാസിൻ്റെ ആ ദുആ അല്ലാതെ എനിക്ക് വേറൊരു കാരണം അറിയുകയില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരാൾക്ക് ഇത്രയും വലിയൊരു പണ്ഡിതന് അദ്ദേഹം പറഞ്ഞ സംഗീതമൊക്കെ ഹറാമാണെന്ന് ഇത്രയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആളുകൾക്ക് അറിയാം, ഇയാൾക്കതറിയാം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സ് നോക്കും, അവരുടെ ഹൃദയം നന്നാക്കാനുള്ള ആ ദുആ നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ നന്നാക്കിയേക്കാം ചില പ്രവർത്തനങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഒരൊറ്റ ദുആ കൊണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല സൂറത്തു ഗാഫിറിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീറൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം. സൂറത്തു ഗാഫിറിൻ്റെ തുടക്കത്തിൽ ആ സൂറത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഹമീം തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ അലീം ഗാഫിറിദ് ദംബി വഖാബിലിത് തൗബി ശദീദുൽ ഇഖാബി ദിത് തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. അല്ലാഹുവിൻ്റെ ഈ പേരുകളും വിശേഷണങ്ങളും കൊണ്ടു തുടങ്ങുന്ന സൂറത്താണ്. ഗാഫിറിദ് ദംബി വഖാബിലിത് തൗബി ശദീദുൽ ഇഖാബി ദിത് തൗൽ. ഗാഫിറിദ് ദംബ്, അവൻ പാപം പൊറുക്കുന്നവനാണ്. ഖാബിലിത് തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ദിത് തൗൽ, വലിയ നിഅമത്തുകൾ നിറഞ്ഞവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് മടക്കം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിലൊക്കെ വന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളെ അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുത്തു, അയാളിപ്പോൾ ഒരു മദ്യപാനിയായി മാറിയിരിക്കുകയാണ്, അയാൾ കുടിയനായി മാറിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ഉമർ എഴുതി, അസ്സലാമു അലൈക്കും ഫഇന്നി അഹ്മദു ഇലൈക അല്ലാഹ് ഗാഫിറുദ് ദംബി വഖാബിലുത് തൗബി ശദീദുൽ ഇഖാബി ദിത് തൗൽ. സലാം അലൈഹി സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സുഖമാണ് എന്ന് നിന്നെ അറിയിക്കുന്നു. അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട്. എങ്ങനെയുള്ള അള്ളാഹു? പാപം പൊറുക്കുന്ന, തൗബ സ്വീകരിക്കുന്ന, കഠിനമായി ശിക്ഷിക്കുന്ന അങ്ങനെയുള്ളവനായ റബ്ബ്. ആ ആയത്തിലെ ഭാഗം എഴുതിയെന്നാണ് അദ്ദേഹത്തിന്. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവെ അയാളുടെ ഹൃദയവുമായി അയാൾ വരുന്ന നിലക്ക് നീ ആളെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് ദുആ ചെയ്തു. അയാൾക്ക് ഈ കത്ത് ലഭിച്ചു. അദ്ദേഹം അത് ആവർത്തിച്ച് വായിക്കുകയും കരയുകയും ചെയ്തു. അദ്ദേഹം അത് വായിച്ചു. ഗാഫിറുദ് ദംബ് ഖാബിലുത് തൗബ് ശദീദുൽ ഇഖാബ്. അള്ളാഹു പാപം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമർ എന്നെ അള്ളാഹുവിൻ്റെ പാപമോചനത്തെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി. അതിലേക്ക് എനിക്ക് ആശ വരുന്ന രൂപത്തിൽ ഈ എഴുത്തെഴുതി. അതോടൊപ്പം എനിക്ക് മുന്നറിയിപ്പ് നൽകി. രണ്ടുമുണ്ട് ഈ ആയത്തിൽ. ഒരേ സമയം എനിക്ക് പ്രതീക്ഷ നൽകുകയും ഒരേ സമയം എനിക്ക് താക്കീത് നൽകുകയും ചെയ്തു. അദ്ദേഹം ആ തിന്മ ഉപേക്ഷിച്ചു. അദ്ദേഹം തൗബ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞപ്പോൾ ആളുകളോട് പറഞ്ഞു,
നിങ്ങളുടെ ഒരു സഹോദരനിൽ നിന്ന് വല്ല തെറ്റും കണ്ടാൽ ഹാക്കദ ഫഫ്അലു, ഇങ്ങനെ ചെയ്യൂ നിങ്ങൾ. അതല്ലാതെ ഒരിക്കലും അയാൾക്കെതിരിൽ പിശാചിൻ്റെ സഹായികളായി നിങ്ങൾ മാറരുത്. അയാൾക്കെതിരിൽ ശൈത്താനെ സഹായിക്കുന്നയാളായി നിങ്ങൾ മാറരുത് എന്ന് പറഞ്ഞാൽ അയാളെ തെറ്റുകളിൽ സന്തോഷിക്കുകയോ അയാളെ ഒന്നാകെ മോശക്കാരനാക്കി അയാളെ അപമാനിച്ച് അയാൾക്കിനി തിരിച്ചു വരാൻ തോന്നാത്ത രൂപത്തിൽ നിങ്ങൾ ചെയ്തു കളയരുത്. മറിച്ച് അയാൾ തിരിച്ചു വരാൻ നിങ്ങൾ ഇതുപോലെ ചെയ്യൂ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. കാരണം റബ്ബിൻ്റെ മാപ്പ് അത് വളരെ വലുതാണ്. ചിലപ്പോൾ ഒരു ദുആ കൊണ്ട്, ഒരു പ്രവർത്തനം കൊണ്ട് ആളുകളാകെ മാറിയേക്കാം. എത്ര മക്കളാണ് ഉമ്മമാരുടെ കണ്ണുനീരിൽ കുതിർന്ന, നന്നാക്കാനുള്ള ദുആ കൊണ്ട് നന്നായിട്ടുള്ളത്, തിന്മകളിൽ മുങ്ങി ജീവിച്ചിരുന്ന, തിന്മകളിൽ ആകെ അതിലകപ്പെട്ട് തിരിച്ചു കയറാൻ ഇനിയൊരിക്കലും സാധ്യതയില്ല എന്ന് ആളുകൾ വിചാരിക്കുന്ന രൂപത്തിൽ അങ്ങനെ മാറിയിട്ടുള്ള എത്രയോ മക്കളാണ് അവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരാളുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ ദുആ കൊണ്ട് അവരുടെ ഹൃദയം റബ്ബ് സുബ്ഹാനഹു തആല മാറ്റിയിട്ടുള്ളത്. അല്ലാഹു അക്ബർ. ഒരാളുടെ ദുആ ആയിരിക്കും അത്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ചിലപ്പോൾ അയാൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല എനിക്ക് ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന്, അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ദുആ സ്വീകരിച്ചതായിരിക്കാം. അല്ലാഹുവിൻ്റെ റഹ്മത്തിനാൽ അല്ലാഹു മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ ദുആ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉത്തരം കിട്ടുന്ന ദുആയിൽ പെട്ടതാണ് ദഅവത്തുൽ വാലിദി ലിവലദിഹി. മാതാപിതാക്കൾ സന്താനത്തിനു വേണ്ടി ചെയ്യുന്ന ദുആ, വേറെ ചില റിവായത്തുകളിൽ അലാ വലദിഹി, സന്താനത്തിനെതിരിൽ ചെയ്യുന്ന ദുആവും, രണ്ടും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എത്ര ദേഷ്യം വന്നാലും മാതാപിതാക്കൾ ഉമ്മയോ ഉപ്പയോ മക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ച് കളയരുത്. മറിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അദ്ദേഹം പറയും അത്ര ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചൊരിയട്ടെ എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ആളുകൾ നന്നായി തീരുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ആഫു അത് ഏറ്റവും വലുതാണ്, ഏറ്റവും വിശാലമാണ്. അത് വന്നിട്ടുള്ള ആയത്താണിത്. ഫഇന്ന അല്ലാഹ കാന അഫൂവൻ ഖദീറാ. അള്ളാഹു അഫൂവാണ്, അതോടൊപ്പം ഖദീറാണ്. ഖദീറായ അഫൂവാണവൻ, അഫൂവായ ഖദീറാണവൻ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാത്തിനും കഴിവുള്ളവനും മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഖദീർ എന്ന പേരിൽ ഉള്ള സിഫത്ത് ഖുദ്റത്ത്, അവൻ്റെ കഴിവ് എന്ന സിഫത്താണ്. നമ്മളത് മുമ്പ് ഈ കിതാബിൽ തന്നെ അത് വന്നതുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ തവണ അത് ചുരുങ്ങിയ രൂപത്തിൽ പറയാം. അഫു എന്നാൽ മാപ്പ് നൽകുന്നവൻ എന്നാണ്. അതിൻ്റെ കൂടെ ഖദീർ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, അവൻ എല്ലാത്തിനും കഴിവുള്ള മാപ്പ് നൽകുന്നവനാണ്. എപ്പോഴാണ് ആഫുവിന്, മാപ്പിന് ഏറ്റവും മാറ്റുകൂടുക? ശിക്ഷിക്കാൻ നിനക്ക് കഴിവുണ്ടായിരിക്കാൻ നീ മാപ്പ് നൽകുമ്പോഴാണ്. നിനക്ക് ചെയ്യാൻ കഴിയും, തിരിച്ച് പകരം വീട്ടാനും ശിക്ഷ കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നൽകുന്ന മാപ്പ് അത് ഏറ്റവും മാറ്റുകൂടിയ മാപ്പാണ്. അതേസമയം ആജിസ്, കഴിവില്ലാത്ത ഒരാളുടെ മാപ്പ് അത് അത്രയും മേന്മയുള്ളതല്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് മാപ്പ് നൽകിയത് നോക്കൂ, ഫത്ഹ് മക്കയുടെ വേളയിലാണ്. ഫത്ഹ് മക്കയുടെ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർക്ക് നിർഭയത്വമുണ്ട്. അബൂ സുഫിയാൻ്റെ വീട്ടിൽ എത്ര പേരൊക്കെ ഉള്ളൂ? വളരെ കുറച്ച് ആളുകളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു എന്നാണ്, അവരവരുടെ വീട്ടുകളിൽ വാതിലടച്ചിരിക്കുന്നവർക്ക് മാപ്പ് ലഭിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിലെണ്ണാവുന്ന ആളുകളെ ഒഴിച്ച് ബാക്കി ബഹുഭൂരിപക്ഷം ആളുകൾക്കും മാപ്പ് പ്രഖ്യാപിച്ചു. വിരലിലെണ്ണാവുന്ന ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ പ്രഖ്യാപിച്ചിരുന്നു. അവരെവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടിരുന്നു. കാരണം ഇസ്ലാമിന് അത്രയും ദ്രോഹം ചെയ്ത ആളുകളാണ്. ചില സ്ത്രീകളുണ്ടായിരുന്നു, ചിലർ പുരുഷന്മാരായിരുന്നു. അതിൽ വളരെ കുറച്ച് ആളുകൾ, 10 കൂടുതൽ വരാത്ത ആളുകൾ. ചില റിവായത്തുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6, അങ്ങനെ 2 സ്ത്രീകളുണ്ടായിരുന്നു, അതുപോലെ 4 പുരുഷന്മാരുണ്ടായിരുന്നു. ചിലപ്പോൾ ചില ഏറ്റവും വ്യത്യാസങ്ങളുണ്ടാകാം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഒരാളെക്കുറിച്ച് പറഞ്ഞു, അയാളെ നിങ്ങൾ കൊലപ്പെടുത്തുക, കാബയുടെ ഹില്ല പിടിച്ചിട്ട്, കാബയുടെ അത് മറച്ചിട്ട തുണി പിടിച്ച് നിൽക്കുന്നത് കണ്ടാൽ പോലും അവർ നിങ്ങൾ കൊലപ്പെടുത്തുക. സഹാബത്ത് അതുപോലെയാണ് അയാളെ കണ്ടത്, അയാളെ കൊലപ്പെടുത്തിയുണ്ടായി. അതുപോലെ മറ്റൊരാളെ,
എന്നാൽ ഇതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിട്ട ചിലർ പിന്നീട് മുസ്ലിങ്ങളായി വന്നു. അതിലൊരാളാണ് ആര്? ഇക്രിമത്തു ഇബ്നു അബി ജഹൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ കൂട്ടിയ ശത്രു അബൂജഹലിൻ്റെ മകനായ ഇക്രിമ. അദ്ദേഹം കപ്പലിൽ കയറിപ്പോയി. അവിടുന്ന് രക്ഷപ്പെട്ടു പോയ സഹാബത്തിൻ്റെ മുസ്ലിമീങ്ങളുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോയി. ഇമാം നസായിയുടെ സുനനിൽ കാണാം, ആ കപ്പലിൽ പോകുമ്പോഴാണ് കാറ്റും കോളും വന്ന് അത് മുങ്ങാറായി. അപ്പോൾ കപ്പലിലെ ആളുകൾ പറഞ്ഞു, അഖ്ലിസൂ, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്തോളൂ, ഇഖ്ലാസ് അല്ലാതെ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുന്നതല്ലാതെ ഇവിടെ നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ല. ഇക്രിമയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ഇക്രിമ ചിന്തിച്ചു, ബഹറിൽ ഇഖ്ലാസ് രക്ഷപ്പെടുത്തിയെങ്കിൽ ബറിൽ ഇഖ്ലാസ് രക്ഷപ്പെടുത്തുള്ളൂ. കടലിൽ വെച്ച് അള്ളാഹിനെ മാത്രമേ ദുആ ചെയ്തിട്ട് കാര്യമുള്ളൂ എങ്കിലേ രക്ഷയുള്ളൂ, എങ്കിൽ കരയിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്നോട് കരാർ പറയുന്നു, നീ എങ്ങാനും എന്നെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദിൻ്റെ അരികിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ കൈക്കുമേൽ എൻ്റെ കൈവെക്കും, ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തെ എനിക്ക് മാന്യനായി തന്നെ കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്ക് പരിചയം അതാണ്. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എത്തിയെന്നാണ്. മറ്റൊരാൾ അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹ് എന്നയാളായിരുന്നു. ഇബ്നു അബി സർഹ് റളിയല്ലാഹു, അദ്ദേഹത്തിൻ്റെ കഥ വളരെ അത്ഭുതമാണ്. അദ്ദേഹം നേരത്തെ മുസ്ലിമായിരുന്നു. മദീനയിൽ വന്നിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് ഖുർആൻ അദ്ദേഹം രേഖപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം നഊദു ബില്ലാഹ് മുർത്തദ്ദായി തിരിച്ചുപോയി, മക്കയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിനെ കുറിച്ചും ഒക്കെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ടു, കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു. ഫത്ഹു മക്കയുടെ സമയത്ത് നബി കൊല്ലാൻ ഉത്തരവിട്ട ആളുകളിൽ ഒരാളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവായിരുന്നു. അദ്ദേഹം മടിച്ച് അദ്ദേഹം മറഞ്ഞ് ആരും കാണാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അഭയം നൽകണം, ഞാൻ മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരാം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇബ്നു അബി സർഹിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നബി ഉണ്ട്, ഉസ്മാൻ അദ്ദേഹത്തെയും കൂട്ടി വന്നിരിക്കുകയാണ്, സഹാബത്ത് അവിടെയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഇബ്നു അബി സർഹിദ വന്നിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ബൈഅത്ത് സ്വീകരിക്കണം, ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള അനുസരണ പ്രതിജ്ഞ സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. വീണ്ടും ഉസ്മാൻ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഇത് ആവർത്തിക്കപ്പെട്ടു. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. എന്നിട്ട് പിന്നീട് അവർ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എന്തേ ഞാൻ അയാളുടെ ബൈഅത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അയാൾ കൊന്നു കളഞ്ഞില്ല? കാരണം എൻ്റെ ഉത്തരവ് അവിടെ നിലനിൽക്കുന്നുണ്ട്. സഹാബിമാർ പറഞ്ഞു, നബിയെ, അങ്ങക്ക് കണ്ണുകൊണ്ടൊരു ഒരു സൂചന തന്നുകൂടായിരുന്നോ? കണ്ണുകൊണ്ടൊന്ന് കണ്ണിറുക്കി കാണിച്ചുകൂടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻബഗി ലിനബിയ്യിൻ ഖായിനത്തുൽ ഐൻ. കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു ചതിപ്രയോഗത്തിന് ആംഗ്യം കാണിക്കുക എന്നത് ഒരു നബിക്ക് യോജിച്ചതല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, എന്നാൽ ഈ അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഏറ്റവും നല്ല രൂപത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാമിനു വേണ്ടി പിൽക്കാലത്ത് ഷഹീദായി കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ മരണപ്പെടുകയുണ്ടായി. ഷഹീദായി കൊല്ലപ്പെട്ടത് അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇബ്നു അബി സർഹ് അദ്ദേഹം ദുആ ചെയ്തിരുന്നു, അള്ളാഹു ഒരു സാലിഹായ അമലിന് തൊട്ടുടനെ നീ എന്നെ മരിപ്പിക്കണമേ. അദ്ദേഹം ഒരു നിസ്കാരത്തിന് തൊട്ടുടനെയാണ് പിന്നീട് മരണപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ മനോഹരമായ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് പാഠമായി നമുക്ക് പറഞ്ഞു തന്നത് കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലർക്ക് ഹിദായത്ത് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. ആർക്കൊക്കെ? അബൂ താലിബ്. എന്നാൽ ഹിദായത്ത് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവർ ഹിദായത്ത് ലഭിക്കും മുന്നേ കാഫറായി ഒരു മരിക്കണം, കൊല്ലണം എന്നാണ് ആരുദ്ദേശിച്ചത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ഉദ്ദേശിച്ചിരുന്നു? ഹിദായത്ത് ഉദ്ദേശിച്ചിരുന്നു. അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിരുന്നു. ലൈസ ലക മിനൽ അംരി ഷൈഉൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മുശ്രിക്കുകൾ പേരെടുത്ത് ചിലർക്കെതിരെ ദുആ ചെയ്തപ്പോൾ അള്ളാഹു ഇറക്കായത്താണ്, നബി അങ്ങേക്ക് എന്തില്ല, അധികാരമില്ല. അള്ളാഹു ഒരു പക്ഷെ പുറത്തു കൊടുത്തേക്കും, അള്ളാഹു ഒരു പക്ഷെ ശിക്ഷിച്ചേക്കും. നബി പേരെടുത്ത് ദുആ ചെയ്ത ചിലർ മുസ്ലിങ്ങളായിട്ടുണ്ട്. കാരണം കാര്യം മുഴുവൻ അള്ളാഹുവിൻ്റെ പക്കലാണ്. അവനാണ് തീരുമാനിക്കുക ഹിദായത്ത് ആർക്കാണ് എന്നത്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായി മാറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ മുസ്ലിമീങ്ങൾക്ക് ഇത്ര ഉപദ്രവം ചെയ്തതുകൊണ്ട് നബിക്ക് ഗൈബ് അറിയിക്കില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് അദൃശ്യം അറിയുകയില്ല. നബി ചെയ്തത് തെറ്റല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഒരിക്കലും തെറ്റല്ല, നബി ചെയ്തത് പൂർണ്ണമായും ശരിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കാൻ ശ്രമിച്ചത് അള്ളാഹുവിൻ്റെ ദീനാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ വിധി വേറൊന്നായിരുന്നു, അള്ളാഹു വിധിച്ചത് മറ്റൊന്നായിരുന്നു. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ഇസ്ലാമിന് അങ്ങേയറ്റം ദ്രോഹം നേരത്തെ ചെയ്തിരുന്ന ആളുകൾക്ക് ഒഴികെ ബാക്കിയുള്ളവർക്ക് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പായിരുന്നു നൽകിയിരുന്നത്. ചിലർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകിയ ആളുകളാകട്ടെ പിന്നീട് ഇസ്ലാമിന് സഹായികളും അനുകൂലികളും ആയി മാറുകയാണ് ഉണ്ടായത്. ഇക്രിമത്ത് ബിൻ അബി ജഹൽ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കുക, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. പിൽക്കാലത്തൊരു യുദ്ധത്തിൽ 3 പേർ പരിക്കേറ്റ് കിടക്കുകയാണ്. ഒരാൾ വെള്ളത്തിന് ചോദിക്കും, ഒരാൾ വെള്ളമെടുത്ത് ഒരാളുടെ അരികിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ വെള്ളത്തിന് യാചിക്കുന്ന മറ്റൊരാളെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം കുടിച്ചില്ല. അയാളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്, യുദ്ധത്തിൽ പരിക്കേറ്റ്. മറ്റൊരാൾ വെള്ളത്തിന് ചോദിക്കുന്നത് കേട്ടു, അയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. മൂന്നാമൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. രണ്ടാമൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടിരുന്നു. ഒന്നാമൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹവും മരണപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരു കഥ ഇസ്ലാമിൽ വളരെ പ്രസിദ്ധമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് ഇക്രിമയായിരുന്നു എന്നാണ്. ഈ 3 പേരിൽ ഒരാൾ. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, ഇത് ഈസാറിൻ്റെ ഉദാഹരണങ്ങളിൽ ഏറ്റവും വലുതാണ്. ഈസാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, അതായത് സദഖയിൽ ഏറ്റവും നല്ലത് എന്താ? നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കലാണ്. പൈസയോടെ നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇഷ്ടമുള്ളതാണ് ദാനം ചെയ്യേണ്ടത്. പക്ഷെ അതിനും അപ്പുറത്തൊന്നുണ്ട്. അതെന്താണ്? ആവശ്യമുണ്ടായിരിക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അത് സുബ്ഹാനല്ലാഹ് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് അത് ഉപയോഗിക്കാം. സദഖ തന്നെ നിർബന്ധമല്ല എന്നതുപോലെ. പക്ഷേ സുബ്ഹാനല്ലാഹ് അത് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അപൂർവങ്ങളിൽ അപൂർവം ആളുകൾക്കല്ലാതെ സാധിക്കുകയില്ല. ഇതാകട്ടെ മരണത്തിൻ്റെ സമയത്താണിത്. അവസാന ശ്വാസത്തിൻ്റെ സമയത്താണ് ഈ വെള്ളം ചോദിക്കുന്നത്, തൊണ്ട കാറുന്ന ആ വേളയിൽ. എന്നിട്ടാണ് മറ്റൊരാളതിന് ചോദിക്കും, അങ്ങോട്ട് കൊടുക്കൂ എന്ന് പറയുന്നു. അല്ലാഹു അക്ബർ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇതുപോലെ ഈ അൻസാറുകളുടെ രീതിയായിരുന്നു ഇത്. അൻസാറുകളെ പറ്റി അള്ളാഹു പറഞ്ഞല്ലോ, എന്ത് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വയുസിറൂന അലാ അൻഫുസിഹിം. അവരെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നു, അവർക്ക് ആവശ്യമുണ്ട് എങ്കിലും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരാൾ അതിഥിയായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു, എന്തെങ്കിലും ഇയാൾക്ക് കൊടുക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആരുടെ വീട്ടിൽ? നബിയുടെ ഭാര്യമാരുടെ വീട്ടിൽ. നബിയുടെ വീട്ടിലൊന്നുമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുണ്ട് ഇദ്ദേഹത്തിന് അതിഥിയായി സ്വീകരിക്കാൻ? യർഹമുഹുല്ലാഹ്, അയാൾക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കും. ഒരു സഹാബി, അദ്ദേഹം അബൂ തൽഹ ആയിരുന്നു എന്നാണ് ചില റിവായത്തുകളിലുള്ള. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വീകരിക്കാം. അദ്ദേഹം കൂട്ടിയിട്ട് പോയി ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആകെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. കുട്ടികളതാ വിശന്നിട്ട് കരയുകയാണ്, കുട്ടികൾ വിശന്നിരിക്കുകയാണ്, എന്തു ചെയ്യും? ആകെ കുറച്ച് ഭക്ഷണം. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ എന്ത് ചെയ്യുക, ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുട്ടികൾ കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് അവരങ്ങ് ഉറങ്ങിക്കോളും, അവരുറങ്ങട്ടെ. എന്നിട്ട് നീ എന്ത് ചെയ്യുക, വിളക്ക് നന്നാക്കുന്ന രൂപത്തിൽ വിളക്കങ്ങ് അണച്ച് കളയുക. എന്നിട്ട് ഇദ്ദേഹത്തിന് നമുക്ക് ഭക്ഷണം കൊടുക്കാം. വിളക്കണച്ചാൽ ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാതിരിക്കാനാണ്. അവർ കഴിക്കാതെ ഞാനെങ്ങനെ തിന്നാനെന്ന് അദ്ദേഹത്തിന് തോന്നാതിരിക്കാൻ. അങ്ങനെ ഈ സ്ത്രീ അവർ റളിയല്ലാഹു അൻഹ അതുപോലെ ചെയ്തു. അവരതുപോലെ ചെയ്തു. കുട്ടികൾ ഉറങ്ങി, വിശന്നുറങ്ങി. എന്നിട്ട് വിളക്ക് നന്നാക്കാൻ എന്ന ഭാവത്തിൽ അത് അണച്ചു കളഞ്ഞു. ഭക്ഷണം ഇദ്ദേഹത്തിന് നൽകി. രാവിലെ ഇദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ളഹികല്ലാഹു മിൻ ഫിആലികുമാ,
നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവൃത്തി കണ്ട് അള്ളാഹു ചിരിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ. നിങ്ങൾ നോക്ക്, ഇതെന്തൊരു ഈസാറാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന സൂറത്തുൽ ഹശറിലെ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം. അല്ലാഹു അക്ബർ. ഇതായിരുന്നു മുസ്ലിങ്ങളുടെ മുൻഗാമികൾ. അവരുടെ ഈമാൻ അത് നമ്മുടെ സങ്കല്പങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളതായിരുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദീറായിരിക്കെ അഫുവാൻ, അവൻ ശിക്ഷിക്കാനും എന്തു ചെയ്യാനും കഴിവുണ്ടായിരിക്കെ മാപ്പ് നൽകുന്ന അഫുവാൻ. അടുത്ത ആയത്ത് നോക്കൂ, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വൽയഅഫു, അവർ മാപ്പ് നൽകട്ടെ, വൽയസ്ഫഹു, അവർ വിട്ടു നൽകട്ടെ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. വൽയഅഫു, അവർ മാപ്പ് നൽകട്ടെ, വൽയസ്ഫഹു, അവർ സഫഹ് കാണിക്കട്ടെ. എന്താണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം? അഫുവും അതുപോലെ സഫഹും, ഇത് ഇത്തരത്തിലുള്ള പദങ്ങൾ പൊതുവെ പര്യായ പദങ്ങൾ എന്ന് പറയും. പക്ഷേ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങൾ അവക്കിടയിൽ കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അഫു മാപ്പ് നൽകലാണ്, സഫഹ് അത് മാപ്പ് നൽകുക മാത്രമല്ല, അത് പറ്റ അവഗണിച്ച് കളയലാണ്. എന്ന് പറഞ്ഞാൽ ആ തെറ്റിനെക്കുറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ, ഇങ്ങോട്ട് ചെയ്ത അബദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ തെറ്റിനെക്കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കാതെ, കുറ്റപ്പെടുത്തുക മാത്രമല്ല ഒരു ചോദ്യം പോലും ചോദിക്കാതെ വിട്ടുകളയുന്നതിനാണ് സഫഹ് എന്ന് പറയുക. അത് മാപ്പിലെ ഏറ്റവും ഉന്നതമായ ഒരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, വഇന്ന الساعة لآتية فاصفح الصفح الجميل. വഇന്ന الساعة لآتية, നബിയെ അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. ഫസ്ഫഹ് الصفح الجميل, അതുകൊണ്ട് ഭംഗിയേറിയ മാപ്പ്, വിട്ടുവീഴ്ച അങ്ങ് വിട്ടേക്കുക. സഫഹ് അതങ്ങ് വിട്ടുകളഞ്ഞേക്കുക, അവഗണിച്ചേക്കുക. ഒരു പേജ് മറിക്കുന്നതിന് അറബിയിൽ തസഫഹ എന്ന് പറയും. തസഫഹ അതങ്ങ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും. തസഫഹ എന്ന് പറയും. സഫഹാത്ത്, പേജുകൾ. ഫസ്ഫഹ് സഫഹ അൽ ജമീൽ, അവർ മാപ്പ് നൽകട്ടെ, അവർ വിട്ടു നൽകട്ടെ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകാൻ, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ്. ഈ ആയത്ത് അവതരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ്. കാരണം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് ശേഷം മുനാഫിഖുകൾ ഒരു ദുരാരോപണം പറഞ്ഞുണ്ടാക്കിയ കഥ നമുക്കെല്ലാവർക്കും അറിവുണ്ടാകും. ഹാദിസത്തുൽ ഇഫ്ക് എന്നാണത് അറിയപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ട സംഭവമാണ്. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, അവർ പ്രാഥമിക ആവശ്യത്തിന് അങ്ങോട്ട് മാറി. അങ്ങനെ ആ സൈന്യം, എന്നിട്ട് അതിനിടയിൽ അവരുടെ ഒരു മാല കാണാം, അതായത് തെരഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും അവിടുന്ന് വിട്ടിരുന്നു. കാരണം ഒട്ടക കട്ടിലിലായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ സഞ്ചരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾക്കാകട്ടെ സ്ത്രീകൾ അന്ന് തീരെ ഭാരമില്ലാത്തവരായിരുന്നു, മാത്രമല്ല അവർക്ക് ചെറിയ പ്രായവുമായിരുന്നു. ഉമ്മക്ക് ആ സമയത്ത് ചെറിയ പ്രായമായിരുന്നു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പോലും 18 വയസ്സായിരുന്നു നമ്മുടെ ഉമ്മയുടെ പ്രായം. അതിനും മുമ്പുള്ള സമയമാണ്. 15 വയസ്സോ അതിൽ താഴെയാണ് ആ സമയത്ത് നമ്മുടെ ഉമ്മയുടെ പ്രായം റളിയല്ലാഹു അൻഹ വഅർദാഹ. അങ്ങനെ ഈ ഒട്ടകക്കട്ടിലെടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അതിലുണ്ട് എന്ന് വിചാരിച്ച ആളുകൾ ഒട്ടകപ്പുറത്തെടുത്തു വെച്ചു, പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ നിന്ന് പിന്നിലേക്ക് മാറി പിന്നിൽ നിന്ന് സഞ്ചരിച്ചിരുന്നു സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെ ആരെങ്കിലും നോക്കി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് ഞാനവിടെ കാത്തിരുന്നു, ഒരു മരത്തിന് ചാരിയിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ എഴുന്നേൽക്കുന്നത് സഫ്വാൻ്റെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ശബ്ദം കേട്ടിട്ടാണ്. സഫ്വാൻ തിരിച്ചു വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സഫ്വാൻ ഹിജാബിൻ്റെ ആയത്തിന് മുൻപേ എന്നെ കണ്ടിരുന്നു, എന്നെ അറിയാം, അതുകൊണ്ട് എന്നെ കണ്ടു സഫ്വാൻ ഇത് പറഞ്ഞു. ഞാൻ എൻ്റെ തട്ടമെടുത്ത്
മുഖത്തേക്ക് ഇട്ടു, എൻ്റെ മുഖം മറച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ്. ബുഖാരിയുടെ സഹീഹിലുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ സുന്നത്താണ് മുഖം മറക്കുക എന്നത്. നമ്മുടെ ഉമ്മമാരുടെ ചര്യയാണ് സുന്നത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഉമ്മമാരുടെ ചര്യയാണ് അത്, നമ്മുടെ ഉമ്മമാരുടെ മാതൃകയാണ്. സ്ത്രീകൾ അനിവാര്യമായും അന്യപുരുഷന്മാരുടെ മുന്നിൽ മറച്ചിരിക്കേണ്ടതാണ് അവരുടെ മുഖം. അപ്പോൾ നോക്കൂ, സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇതാണ് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറി, സഫ്വാൻ നടക്കുകയാണ്. നമ്മുടെ ഉമ്മ പറയണം, മദീന എത്തുന്നത് വരെ ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാതെ ഒരു വാക്കെന്നോട് ആരും മിണ്ടിയിട്ടില്ല. സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു മിണ്ടിയിട്ടില്ല, അവിടെ നിന്ന് തൊട്ട് മദീന വരേക്കും. അങ്ങനെ ഈ സൈന്യങ്ങൾക്ക് പിന്നാലെ സഫ്വാൻ നമ്മുടെ ഉമ്മയെ കൂട്ടി അവിടെ മദീനയിലെത്തി. ഇതോടെ മുനാഫിഖുകൾ ഒരു ദുരാരോപണം, ഒരു ഫാഹിഷത്ത് നമ്മുടെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന മുനാഫിഖാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞത്, വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. അതിൻ്റെ വലിയ ഓഹരി ഏറ്റെടുത്തവനാരോ, ഈ ദുരാരോപണം പ്രചരിപ്പിക്കുന്നതിൻ്റെ വലിയ ഓഹരി ഏറ്റെടുത്തവനാരോ അവന് കടുത്ത ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ മുസ്ലിമീങ്ങളിൽ ചിലർ ഈ ദുരാരോപണത്തിൽ പെട്ടുപോയി. അവർ ചിലത് അതിൻ്റെ കൂടെ അവരും അത് സംസാരിക്കുന്നതിൽ അകപ്പെട്ടുപോയി. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവസാനമാണ് ഇതറിഞ്ഞത്. എല്ലാവരും ഇതറിഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് എന്ന്. പക്ഷെ നമ്മുടെ ഉമ്മ അവസാനമാണിത് അറിഞ്ഞത്. അവരോട് ഇത് പറയുന്നത് ഈ സംസാരത്തിൽ പെട്ടുപോയൊരു സഹാബി ഉണ്ടായിരുന്നു, മിസ്തഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഇത് പറയുന്നത്. മകനെതിരെ അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് ബദറിൽ പങ്കെടുത്ത നിങ്ങളെ മോനെക്കുറിച്ച് നിങ്ങളിങ്ങനെ പറയുന്നത്? അപ്പം അവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് നമ്മൾ ഉമ്മക്ക് കാര്യം മനസ്സിലായത്. ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഇത് കേട്ടോ, എൻ്റെ ഉപ്പയും ഇത് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയായിരുന്നു, രാവും പകലും ഇല്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നില്ല, എനിക്ക് കാര്യം അറിയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി എൻ്റെ അടുത്തേക്ക് വരുന്നു, പക്ഷേ സാധാരണ എന്നോട് സംസാരിക്കുന്നത് പോലെ ഉള്ള സംസാരമല്ല നബിയുടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം വരും, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, എനിക്ക് പനി ബാധിച്ചിരുന്നു, എന്നിട്ട് പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരത്തിൽ എന്തോ ഒരു വ്യത്യാസം എനിക്ക് കാണാമായിരുന്നു. ഞാൻ എൻ്റെ ഉപ്പയുടെ അരികിലേക്ക് ചെല്ലാൻ അനുവാദം ചോദിച്ചു. അങ്ങോട്ടേക്ക് ചെന്നു, ഉമ്മയോട് കാര്യം ചോദിച്ചു. വീണ്ടും കരയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നില്ല. നബി സഹാബിമാരോട് അഭിപ്രായം ചോദിച്ചു, എന്തു ചെയ്യണം? സഹാബിമാർ പറഞ്ഞു, അവരെക്കുറിച്ച് നമുക്ക് നല്ലതല്ലാതെ അറിയുകയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം കണ്ട് ചില സഹാബിമാർ ചിലർ പറഞ്ഞു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസപ്പെടുന്നത് കണ്ട് ചിലർ പറഞ്ഞു കൊടുത്തു, നബിയെ സ്ത്രീകൾ ഒരുപാടുണ്ടല്ലോ, നബി ഇങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, തലാഖ് ചൊല്ലിയേക്കും എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. അത് അവരോടുള്ള പ്രയാസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം കണ്ട് പറയുന്നതാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹു തൗബ ചെയ്യുന്നവരുടെ തെറ്റ് പുറത്തു തരും, ഇല്ലെങ്കിലില്ല എന്ന് പറയുക. ആയിഷ റളിയല്ലാഹു അൻഹ ഉപ്പയോട് പറഞ്ഞു, ഓ നബിക്ക് മറുപടി പറയൂ. ഉമ്മയോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയൂ. ഉമ്മയും ഉപ്പയും അബൂബക്കർ സിദ്ദീഖും ഉമ്മു റുമാൻ എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയും പറഞ്ഞു, എന്താണ് നബിക്ക് മറുപടി പറയേണ്ടത്, ഞങ്ങൾക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിക്ക് ആയത്ത് ഇറക്കുകയാണ്, ഇന്നൽ ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം എന്ന് തുടങ്ങുന്ന സൂറത്തു അന്നൂറിലെ 10ഓളം ആയത്തുകൾ നമ്മുടെ ഉമ്മയുടെ പരിശുദ്ധി ആകാശ ലോകത്ത് നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു അവതരിപ്പിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളുകൾക്ക് ഓതുന്ന രൂപത്തിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് സന്തോഷം നിറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ബറഅകില്ലാഹ്, അള്ളാഹു നിൻ്റെ പരിശുദ്ധി അറിയിച്ചിരിക്കുകയാണ്. ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയും, ഖൂമി, നീ ചെന്ന് നബിയോട് നന്ദി പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ അള്ളാഹിനോടല്ലാതെ നന്ദി പറയുകയില്ല, ഞാൻ അള്ളാഹ്ക്കല്ലാതെ എൻ്റെ റബ്ബിനല്ലാതെ ശുക്ർ പറയുകയില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സഹാബത്തിനെ വളർത്തിയെടുത്തത്. അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൽ അവലംബിക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്. അള്ളാഹുവിൽ അവലംബിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്
അതേക്കുറിച്ച് പറഞ്ഞു, ഇതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തുള്ള വാക്കല്ല, മറിച്ച് അത് മഹബ്ബത്ത് കൂടുതലായുള്ള ആളുകൾ അവരുടെ മഹബ്ബത്തിൻ്റെ ഭാഗമാണ്, അവരുടെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഒന്ന് പിന്നോട്ട് വലിയുക എന്നത് മഹബ്ബത്ത് അധികമുള്ള ആളുകൾ തമ്മിലുള്ള ഒരു രീതിയാണ്. അത് കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ വേണ്ടിയാണെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം ആ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് സാദുൽ മആദിൽ പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, പിന്നീട് ഈ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചു. വ്യഭിചാരാരോപണം പറഞ്ഞവർക്കുള്ള ശിക്ഷ അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് ആ ശിക്ഷ നടപ്പിലാക്കി. അതിൽ മുസ്ലിമീങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു. അത് ആ തെറ്റിലുള്ള അവർക്കുള്ള പാപമോചനമാണ്. കാരണം ഒരു തെറ്റിൻ്റെ പേരിൽ ഒരു മുസ്ലിമിനെ അള്ളാഹു ദുനിയാവിലും പരലോകത്തും ശിക്ഷിക്കുകയില്ല. ദുനിയാവിൽ ഹദ് നടപ്പിലായോ ഒരു തെറ്റിൻ്റെ പേരിൽ അത് അവനുള്ള കഫാറത്താണ്, പരലോകത്ത് അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. നോക്കൂ, പറഞ്ഞു വന്നത് മിസ്തഹ് റളിയല്ലാഹു അൻഹു ഇതിൽ പങ്കെടുത്തു. മിസ്തഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരനാണ്. മിസ്കീനായ ഒരു മനുഷ്യനായിരുന്നു, പാവപ്പെട്ട ആളായിരുന്നു. അതുപോലെ ബദറിൽ പങ്കെടുത്ത മുഹാജിറായ സഹാബിമാരിൽ ഒരാളായിരുന്നു. പക്ഷേ ഈ സംഭവം ഉണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു, ഇനി മിസ്തഹിൻ, അബൂബക്കർ ധനികനായിരുന്നല്ലോ, മിസ്തഹിന് സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇനി ആ മിസ്തഹിൻ കൊടുക്കുകയില്ല, കാരണം ഇങ്ങനെ മകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്. നിങ്ങൾ നോക്കൂ, സ്വാഭാവികമായി ആരും പറഞ്ഞു പോകുന്ന ഒരു പ്രതികരണമാണ്, സൂറത്തു നൂറിൽ ഈ ആയത്തുകൾക്ക് ശേഷം, നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം വെളിപ്പെടുത്തിയ ആയത്തുകൾക്ക് ശേഷം അള്ളാഹു പറഞ്ഞു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അതിൻ്റെ ബാക്കിയാണ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വലാ യഅ്തലി, സത്യം ചെയ്യരുത്, ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, അള്ളാഹു വിശാലത നൽകിയിട്ടുള്ള, ഫദ്ല് നൽകിയിട്ടുള്ള ആളുകൾ, അധികമായി നൽകിയിട്ടുള്ള ആളുകൾ സത്യം ചെയ്യരുത്. എന്ത് കൊടുക്കുകയില്ല എന്ന്? ആർക്ക്? ഉലിൽ ഖുർബ, ബന്ധുക്കളായ, വൽ മസാകീന, സാധുക്കളായ, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്നിട്ടുള്ള ആളുകൾ. ഈ മൂന്ന് വിശേഷണവും ആർക്ക് യോജിക്കും? മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് യോജിക്കും. അവർക്ക് കൊടുക്കില്ല എന്ന് ഇങ്ങനെ അള്ളാഹു വിശാലത നൽകിയ, സമ്പത്ത് നൽകിയ ആളുകൾ ശപഥം ചെയ്യരുത്. എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വൽയഅഫു വൽയസ്ഫഹു, മാപ്പ് കൊടുക്കും, വിട്ടുകൊടുക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൊടുത്തുകൊണ്ടിരുന്ന സഹായം അത് പുനരാരംഭിച്ചു, നിർത്തിയില്ല. അവർ നോക്കൂ, സഹാബത്ത് അവരെക്കുറിച്ച് പറയാറുണ്ട്, വഖാഫൻ ഇൻദൽ ആയ, അള്ളാഹു കൽപ്പിച്ചെടുത്ത് അള്ളാഹു ഒരു ആയത്ത് പറയാം, അവിടെ നിൽക്കുന്നവരാണ്, ഒരിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോവുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരികിലൊരു ജാഹിലായ ഒരു മനുഷ്യൻ വന്ന് ഉമറിനോട് മര്യാദ ഇല്ലാതൊരു സംസാരിച്ചു. അതായത് ഉമറിനോട് തീരെ മര്യാദ ഇല്ലാത്തൊരു വാക്ക്. ഉമർ ഭരണാധികാരിയാണ്. അപ്പോൾ ഉമർ അയാൾക്ക് നേരെ ഇങ്ങനെ ഒന്ന് ആഞ്ഞു, അയാൾക്കൊരു അടി കൊടുക്കാൻ, അയാളെ ശിക്ഷിക്കാനോ എന്ന വണ്ണം ആഞ്ഞു. അപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നു, മറ്റൊരു സഹാബിയാണ്. അദ്ദേഹം ഉമറിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുദിൽ അഫ്വ വഅമുർ ബിൽ ഉർഫി വഅറിദ് അനിൽ ജാഹിലി. ഖുദിൽ അഫ്വ്, നിങ്ങൾ അഫു സ്വീകരിച്ചുകൊള്ളുക, ആളുകൾ വിട്ടുതരുന്നത് സ്വീകരിച്ചുകൊള്ളുക, അവകാശങ്ങളെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാതെ വിട്ടുതരുന്നത് സ്വീകരിക്കുക. വഅമുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. വഅറിദ് അനിൽ ജാഹിലീൻ, വിവരദോഷികളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്ക്. വഹാദാ മിനൽ ജാഹിലീൻ, ഇയാൾ ഒരു ജാഹിലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ, അതുകൊണ്ട് വിട്ടു കളഞ്ഞേക്ക്. പറഞ്ഞത് ഉമർ അവിടെ നിന്നു എന്നാണ്. വകാന വഖാഫൻ ഇൻദ ഖൗലില്ലാഹ്. ആ ഹദീസിൻ്റെ റിവായത്തിൽ അത് സമാനമായൊരു വാക്ക് നമുക്ക് കാണാം. സഹാബത്തിൻ്റെ രീതിയാണ്, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, അതിനപ്പുറത്തേക്ക് അവർ പോവുകയില്ല. അപ്പോൾ നോക്കൂ, ഈ ആയത്തിൽ നമുക്ക് കാണാം, അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക, മാപ്പ് നൽകുക. ഇതിൽ നേരത്തെ നമ്മൾ പഠിച്ച ആയത്തിലുള്ളതിനപ്പുറം ഒരു പാഠമുണ്ട്. എന്താണ്? നമ്മൾ പഠിച്ച ദുആയിലും ഉള്ളതുപോലെ അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്, അവൻ പുറത്തു നൽകുന്നവനാണ്,
അത് ലഭിക്കാനുള്ള വലിയ വഴികളിലൊന്നാണ് നമ്മൾ ആളുകൾക്ക് വിട്ടുകൊടുക്കുക എന്നത്, പുറത്തു കൊടുക്കുക എന്നത്, പകരം വീട്ടാതിരിക്കുക എന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ പുറത്തു തരാൻ ഉള്ള കാരണങ്ങളിൽ ഒന്നാണ്. പകരം വീട്ടാതിരിക്കുക, മാപ്പ് നൽകുക എന്നത് അള്ളാഹു നമുക്ക് മാപ്പ് നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കും, പ്രത്യേകിച്ച് അത് മനസ്സിൽ കരുതുകയും ചെയ്യുക. അള്ളാഹു എനിക്ക് പുറത്തു തരണം, അതുകൊണ്ട് ഞാനിത് വിട്ടുകൊടുക്കുന്നു എന്ന് കരുതുകയും ചെയ്യുക. അതുപോലെ അത് ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലായാൽ അള്ളാഹു നൽകുന്നതും ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലായിരിക്കും. നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ ഫസ്ഫഹി സഫൽ ജമീൽ, ജമീലായ മാപ്പ് നൽകിയിരിക്കുക. ജമീലായ മാപ്പ് എന്നാൽ ഈ പറഞ്ഞതുപോലെയാണ്, കുറ്റപ്പെടുത്തലോ ഓർമ്മപ്പെടുത്തലോ കുത്തിപ്പറയലോ ഒന്നുമില്ലാത്ത മാപ്പാണത്. അതല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് മാപ്പ് നൽകാം, പക്ഷെ ആ മാപ്പ് ഈ മാപ്പ് പോലെയല്ല. പരിപൂർണമായ മാപ്പ് നൽകുക എന്നത് പൂർണ്ണമായി വിട്ടുകൊടുക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവർക്ക് വിട്ടുകൊടുക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പഴയ കാലത്ത് ഒരാളുണ്ടായിരുന്നു, പാപിയായ ഒരു മനുഷ്യനായിരുന്നു, തിന്മകൾ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ അയാൾക്കൊരു ഗുണമുണ്ടായിരുന്നു. എന്താണത്? അയാളൊരു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ആളുകൾക്ക് കടം കൊടുക്കുമായിരുന്നു, ആളുകൾക്ക് കിട്ടാനുണ്ടാവും അയാൾക്ക്. അങ്ങനെ വാങ്ങാൻ വേണ്ടി കളക്ഷൻ ആളെ പറഞ്ഞേക്കുമ്പോൾ അയാൾ പറയുമായിരുന്നു, ബുദ്ധിമുട്ടുന്ന ആളെ കണ്ടാൽ വിട്ടുകൊടുത്തേക്ക്, ബുദ്ധിമുട്ടുന്ന ആളെ കണ്ടാൽ അയാൾക്ക് വിട്ടുകൊടുത്തേക്ക് എന്ന് പറയുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇയാളോട് പറയുമെന്നാണ്, നീ ആ ചെയ്തതിന് ഏറ്റവും അർഹതപ്പെട്ടവൻ ഞാനാണ് അത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ, ഞാൻ നിനക്ക് തജാവസ്തു അൻ, നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പാപിയായ മനുഷ്യനോട് പറയുമെന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അത് ഏത് കാര്യത്തിലും സാധിക്കുന്നിടത്തോളം ഒരാൾ കാണിക്കേണ്ട സ്വഭാവമാണ്. ജനങ്ങൾ മൂന്ന് തരക്കാരാണ്. ഒന്ന് അക്രമികൾ, രണ്ട് വിട്ടു നൽകുന്നവർ, മൂന്ന് പകരത്തിന് പകരം ചെയ്യുന്നവർ. ഇതിൽ ആദ്യം പറഞ്ഞത് അക്രമം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഒരാളെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. ഇഖ്തിസാദ്, ഒരാൾ പകരത്തിന് പകരം ചെയ്തു, അതിലയാൾക്ക് കുറ്റമില്ല. പക്ഷേ ഇതിലേറ്റവും ശ്രേഷ്ഠനാരാണ്? വിട്ടുകൊടുത്തവനാണ്. മാത്രമല്ല പകരത്തിന് പകരം ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിൽ വിട്ടുപോകാൻ വളരെ സാധ്യത കൂടുതലാണ്. സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമുക്കറിയില്ല നമ്മൾ ഇവിടെ നിൽക്കുമെന്ന്. പ്രത്യേകിച്ച് ഒരാൾ തൻ്റെ പകയും ദേഷ്യവും തീർക്കുമ്പോൾ ഒരിക്കലും അത് അളന്നു മുറിച്ച് അതിന് കണക്കാക്കി ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതവും അള്ളാഹുവിൽ ഏറ്റവും ഉയർച്ച നേടിത്തരുന്നതുമായ കാര്യം ഇതാണ്, വിട്ടുകൊടുക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സാദ അല്ലാഹു ബിഅഫ്വിൻ അബ്ദൻ ഇല്ലാ ഇസ്സ. അള്ളാഹു ഒരടിമക്കും അവൻ മാപ്പ് നൽകുന്നത് കൊണ്ട് ഇസ്സത്തല്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കില്ല. വിട്ടുകൊടുത്താൽ ഒരാൾക്ക് അള്ളാഹു ഇസ്സത്താണ്, പ്രതാപമാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാപ്പ്, ക്ഷമ, പൊറുക്കുക, ഈ രൂപത്തിലുള്ള പദങ്ങളൊക്കെ പറയാൻ വളരെ എളുപ്പമുള്ളതും പ്രവൃത്തിപദത്തിൽ ഏറെ പ്രയാസവുമുള്ളതുമായ കാര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്തില്ല എങ്കിൽ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി നൽകുമാറാകട്ടെ. വല്ലാഹു ഗഫൂർ റഹീം, അവൻ ഗഫൂറാൻ, അവൻ പുറത്തു തരുന്നവനാണ്. റഹീമുൻ, അവൻ ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ ഗഫൂർ, അവൻ്റെ റഹീം എന്നീ സിഫത്തുകളെക്കുറിച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്നാൽ അഫുവിനേക്കാൾ മുകളിൽ നിൽക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം മഗ്ഫിറത്തിൽ എന്തുകൂടി ഉൾപ്പെട്ടു? പാപം പുറത്തു കൊടുക്കുക മാത്രമല്ല, അതിൽ പ്രതിഫലം നൽകുക എന്നതുകൂടി ഉൾപ്പെട്ടു എന്നാണ്. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ കൂടെ അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൂടി നൽകും. അള്ളാഹു തിന്മകളെ നന്മകളാക്കി മാറ്റിമറിക്കും. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അള്ളാഹു ചില കൂട്ടരുടെ തിന്മകളെ എന്താക്കി മാറ്റും? നന്മകളാക്കി മാറ്റുമെന്നാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിച്ചാൽ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ ഏറ്റവും അധികം ആൾക്ക് വേണ്ടി തേടുന്നത് എന്താണ്? മഗ്ഫിറത്തിന് വേണ്ടിയാണ്. എത്ര തവണയാണ് മയ്യിത്തിന് വേണ്ടിയുള്ള നിസ്കാരത്തിൽ അത് തേടുന്നത്? അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മർഹമു. വീണ്ടും അതിനുശേഷം കുറച്ചങ്ങോട്ടെത്തിയാൽ ഇയാളുടെ തിന്മകളിൽ നിന്ന് ഇയാളെ കഴുകി കളയണമേ, അഴുക്കുള്ള വസ്ത്രം ശുദ്ധീകരിക്കുന്ന പോലെ ശുദ്ധീകരിക്കണമേ
അപ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുക എന്നത് ആണ് ഏറ്റവും വലിയ ലക്ഷ്യം. തൗഹീദുള്ളവർക്ക് മാത്രമുള്ളതാണ്. ഷിർക്ക് സംഭവിച്ചാൽ ഒരുവന് വരുന്ന ഏറ്റവും വലിയ നഷ്ടം ഇതാണ്, അവന് മഗ്ഫിറത്ത് ഹറാമാണ്. ഒരിക്കലും അള്ളാഹു അവൻ്റെ പാപം പൊറുക്കുകയില്ല. മഗ്ഫിറത്ത് അവന് ഇല്ല. തൗഹീദിലായി മരണപ്പെട്ടാലുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഇതാണ്, അള്ളാഹു പുറത്തു തരും എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. അതല്ല എങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് അള്ളാഹു അവനെ നരകത്തിൽ ശുദ്ധീകരിക്കും. കാരണം അവൻ്റെ പാപങ്ങൾ നരകത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. ഷിർക്കും കുഫറുമാകട്ടെ നരകം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാത്ത പാപമാണ്. ഷിർക്കിൻ്റെ നജിസ്, അതിൻ്റെ നജാസത്ത് നരകത്തിൽ ശുദ്ധീകരിക്കപ്പെടുകയില്ല. നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ പല വഴികൾ ഉണ്ട് എന്നാണ്. ഒന്ന്, ഈ ലോകത്തെ പാപമോചനം. രണ്ട്, ഈ ലോകത്തെ മുസീബത്തുകൾ, അപകടങ്ങൾ, ഒരാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ പാപമോചനം. ഇതിലൊന്നും ശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു അവനെ നരകത്തിൽ ശുദ്ധീകരിക്കും. ഒന്നുകിൽ അവൻ നേരെ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കും. നരകം അവൻ്റെ പാപങ്ങളെ ശുദ്ധീകരിക്കും, അവൻ അനുഭവിക്കുന്ന ശിക്ഷയിലൂടെ. നസല്ലാഹുൽ ആഫിയ വസ്സലാമ. ഒടുവിൽ ശുദ്ധീകരിക്കപ്പെട്ട് അവൻ സ്വർഗത്തിൽ പോകും. കാരണം സ്വർഗത്തിൽ ഒരു കറയുമായും പ്രവേശിക്കാൻ സാധ്യമല്ല. എന്നാൽ ഷിർക്കിൻ്റെ, കുഫറിൻ്റെ കറ അത് നരകം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാത്ത കറയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന് ഉദാഹരണം പറഞ്ഞു. കെൽബിൻ്റെ നജാസത്ത് നമുക്കറിയാം, അത് ഐനൻ നജാസത്താണ്. ആ ജന്തുവിനെ ഒരാൾ സോപ്പിട്ട് കഴുകി 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 വെളുപ്പിക്കാൻ ശ്രമിച്ചു, ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു. സോപ്പും വെള്ളവും കേടുവരും എന്നല്ലാതെ അതൊരിക്കലും എന്താവില്ല, ശുദ്ധിയാവുകയില്ല. കാരണം അത് ഐനൻ നജിസാണ്. വസ്ത്രത്തിലോ മറ്റോ ഒരു നജസായാൽ വസ്ത്രം അസ്ലൻ ഐനൻ ഇതെന്താണ്, താഹിറാണ്, ശുദ്ധിയുള്ളതാണ്. നജസങ്ങ് കഴുകി കളഞ്ഞാൽ ഇത് ശുദ്ധിയായി. പക്ഷെ ചിലത് ഐനൻ, അത് തന്നെ നജസായിരിക്കും, അത് ശുദ്ധീകരിക്കാൻ കഴിയില്ല. കെൽബിൻ്റെ നജാസത്ത് അങ്ങനെയാണ്. ആ ജന്തുവിൻ്റെ നജാസത്ത് അതിൻ്റെ ഐനൻ, അത് നജസാണ്, ശുദ്ധിയാവുകയില്ല. എത്ര കഴുകിയാൽ അത് ശുദ്ധിയാവുകയില്ല. മറിച്ച് വെള്ളത്തോടെ അതിനെ സ്പർശിച്ചാൽ, നനവോടെ അതിനെ സ്പർശിച്ചാൽ, കയ്യിൽ നനവുണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ വിയർപ്പോടെയോ നീ തൊട്ടാൽ 7 തവണ കഴുകണം. അതുപോലെ അത് പാത്രത്തിൽ തലയിട്ടാൽ പാത്രം 7 തവണ കഴുകണം. ഉലാഹുന്ന ബിത്തുറാബ്, അതിലൊന്ന് മണ്ണ് കൊണ്ടായിരിക്കണം. സഹിഹായ അഭിപ്രായ പ്രകാരം ആദ്യത്തേത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആദ്യത്തേത്, പിന്നെ ബാക്കി 6 തവണ കഴുകുക. എങ്കിലേ അത് ശുദ്ധിയാവൂ. അല്ലാഹു അക്ബർ. കാരണം അതിൻ്റെ നജാസത്ത് ഖലീലായ നജാസത്താണ്, കടുത്ത നജസാണ്. സാധാരണ നജസ് പോലെയല്ല, കടുത്ത നജസാണ്. നജസ് 3 രൂപത്തിലുണ്ട്. ഖഫീഫായ നജസ് അഥവാ ലഘുവായ നജസ്, അതുപോലെ സാധാരണ നജസ്, ഖലീലായ കടുത്ത നജസ്. ഖഫീഫായ നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലഘുവായ നജാസത്താണ്. ഉദാഹരണത്തിന് പാല് മാത്രം കുടിക്കുന്ന, ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൺകുട്ടികളുടെ മൂത്രം പോലെ. ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടികളുടെ മൂത്രം പോലെ. അത് ഖഫീഫായ നജസാണ് എന്ന് പറഞ്ഞാൽ അത് കഴുകേണ്ടതില്ല. വസ്ത്രത്തിലോ മറ്റോ ആയാൽ കയ്യിൽ വെള്ളം എടുത്ത് കുടഞ്ഞാൽ മതി അതിൻ്റെ മുകളിൽ. ഖഫീഫായ നജസ്. ഇതുപോലെയാണ് പുരുഷൻ്റെ മതി, അത് ഖഫീഫായ നജസാണ് എന്നാണ്. മതി എന്നാൽ ഒരാൾക്ക് ലൈംഗിക ചിന്ത കൊണ്ടോ സ്പർശനം കൊണ്ടോ ചുംബനം കൊണ്ടോ ഒക്കെ വരുന്ന ലൈംഗികാവയവത്തിൽ നിന്ന് വരുന്ന വെള്ളം പോലെയുള്ള ദ്രാവകം, വഴുവഴുപ്പുള്ള വെള്ളത്തിൻ്റെ നിറവുള്ള, പച്ചവെള്ളത്തിൻ്റെ നിറവുള്ള ദ്രാവകം, അത് വസ്ത്രത്തിലോ മറ്റോ ആയാൽ ഖഫീഫായ നജസാണത്. കയ്യിൽ വെള്ളമെടുത്ത് അതിന്മേൽ തളിച്ചാൽ അത് ശുദ്ധിയായി. വസ്ത്രത്തിലോ മറ്റോ ആയാൽ ലൈംഗികാവയവം കഴുകുകയും 2 വൃഷണങ്ങൾ കഴുകുകയും, മൂത്രമൊഴിച്ചാൽ ഉള്ളതുപോലെയല്ല. മൂത്രമായ ഭാഗം മാത്രം കഴുകിയാൽ മതി. പക്ഷേ ഇത് വന്നാൽ ഒരാൾ തൻ്റെ ലൈംഗികാവയവവും 2 വൃഷണങ്ങളും കഴുകണം. നിസ്കരിക്കണമെങ്കിൽ വുദൂ ചെയ്യണം. കാരണം അത് നജസാണ്, പക്ഷേ ഖഫീഫായ നജസാണ്. മൂത്രമാകട്ടെ സാധാരണ നജസാണ്, രണ്ടിൻ്റെ നടുക്കുള്ളത്. മനിയാകട്ടെ മനുഷ്യൻ ഏതിൽ നിന്നാണ് ജനിക്കുന്നത് ആ ദ്രാവകം അത് താഹിറാണ്, നജസേ അല്ല, താഹിറാണ്. കാരണം ഒരു അള്ളാഹു ഇത്രയും ആദരിച്ചിട്ടുള്ള മനുഷ്യൻ എന്ന പടപ്പ് ഒരു നജസിൽ നിന്ന് അവൻ വരികയില്ല. അള്ളാഹുവിൻ്റെ നബിമാർ മനുഷ്യരാണ്, അവരൊക്കെ ഇതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് താഹിറാണ്, നജസല്ല. നോക്കൂ, പറഞ്ഞു വന്നത് പുരുഷൻ്റെ മതി, അതുപോലെ ചെറിയ ആൺകുട്ടിയുടെ പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം, ഇത് ഖഫീഫായ നജസാണ്. മൂത്രം പോലെയുള്ള മറ്റുള്ള വിസർജ്യങ്ങൾ അത് സാധാരണ നജസാണ്. എന്നാൽ കെൽബിൻ്റെ നജസ് അത് ഖലീലായ നജസാണ്,
സാധാരണ കഴുകുന്ന പോലെ കഴുകിയാൽ പോയി, 7 തവണ തന്നെ കഴുകണം. അതുപോലെ മണ്ണ് കലർത്തണം. ബാക്കിയുള്ള സാധാരണ നജസ്സുകളോ മൂത്രമോ കാഷ്ടമോ അതങ്ങ് നീങ്ങിയാൽ മതി, ശുദ്ധിയായി. അത് നീങ്ങണം എന്നതാണ് അത് ശുദ്ധീകരിക്കാനുള്ള വഴി. അത് നീ ഒരു തവണ കഴുകിയിട്ട് നീങ്ങി, ശരി, ശുദ്ധിയായിരിക്കും. 2 തവണ കഴുകിയിട്ട് ശുദ്ധിയാവുള്ളൂ, ശരി, ശുദ്ധിയായി. എണ്ണമില്ല, പോവുക എന്നതാണ്. പക്ഷെ ഇത് കടുത്ത നജസാണ്, ഖലീലായ നജസ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഹക്കീമാണ്. അവൻ ഈ വക കാര്യങ്ങളെല്ലാം അവൻ്റെ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു, പാഠം ഉൾക്കൊള്ളാൻ, കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ. ഇബ്നുൽ ഖയ്യിം ഇത് പറഞ്ഞതിന് ശേഷം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ, അവൻ്റെ യുക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ ആളുകൾ അങ്ങേയറ്റം അന്താളിച്ചു പോകും. എങ്ങനെയാണ് അവൻ നജസ്സുകൾ നിശ്ചയിച്ചിട്ടുള്ളത്? നജസ് 2 ഇനമുണ്ട്. ഒന്ന് ഹസ്സിയായ നജാസ, മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നജസ് 2 ഇനമാണ്. ഒന്ന് ഹസ്സിയായ നജാസ. ഹസ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും വൃത്തിയാക്കാനൊക്കെ അതായത് നേർക്കേറെ കണ്ണുകൊണ്ട് കണ്ട് കൈകൊണ്ട് സ്പർശിച്ച് ഒക്കെ വൃത്തിയാക്കാനൊക്കെ സാധിക്കുന്ന നജാസ, നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ അതിന് ഉദാഹരണമാണ്. മറ്റൊന്ന് മഅനവിയായ നജാസ, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതെന്ത് നജസാണ്? ശിർക്കിൻ്റെ നജസ്, പാപങ്ങളുടെ നജാസത്ത്, തിന്മകളുടെ നജാസത്ത്, അതൊക്കെ മാലിന്യമാണ്. ശുദ്ധീകരിച്ചില്ല എങ്കിൽ ആളുകൾ പെട്ടുപോകും, സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അതും യഥാർത്ഥത്തിൽ നജസ്. അതാണ് ഖുർആനിൽ അല്ലാഹു എന്ത് പറഞ്ഞു? ഇന്നമൽ മുശ്രികൂന നജസുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അത് മഅനവിയായ നജസാണ്, ഉള്ളിലുള്ള ശിർക്കിൻ്റെ നജസാണ്. അതല്ലാതെ അവൻ്റെ ശരീരം എന്തല്ല, നജസല്ല. മനുഷ്യൻ്റെ ശരീരം താഹിറാണ്, ശുദ്ധമാണ്, ജീവിച്ചിരിക്കുകയും മരിച്ചാലും. മുസ്ലിമിൻ്റെയും കാഫറിൻ്റെയും ജീവനുള്ളവൻ്റെയും മരിച്ചവൻ്റെയും ശരീരം താഹിറാണ്, ശുദ്ധമാണ്. മനുഷ്യൻ്റെ ശരീരം ശുദ്ധമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ ശ്രേഷ്ഠതയാണത്. അതുകൊണ്ടാണ് മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കുന്നത്. മയ്യത്ത് എന്തല്ല, നജസല്ല, നമ്മൾ നേരെ മുന്നിലല്ല വെക്കുന്നത്. അങ്ങ് മാറി നമ്മൾ സുജൂദ് ചെയ്യുന്ന മയ്യത്ത് നിസ്കാരത്തിൽ സുജൂദില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിസ്കരിക്കുന്നത്. മസ്ജിദിലേക്ക് കൊണ്ടുവരാറുണ്ട്. പിന്നെ നജസെടുത്ത് മസ്ജിദിലേക്ക് കയറാൻ പാടുണ്ടോ? എഴുതി കൂട്ടി പാടില്ലല്ലോ. അതെന്തല്ല, അത് താഹിറാണ്, മനുഷ്യൻ്റെ ശരീരം താഹിറാണ്. അതുകൊണ്ടൊരു മുശ്രിക്കിനെ തൊടുകയോ മറ്റോ ചെയ്താൽ പോയി കൈ കഴുകേണ്ടതുണ്ടോ? വേണ്ട, താഹിറാണ്, ശുദ്ധ. ബാക്കി മുസ്ലിമിൻ്റെ ശരീരം പോലെ തന്നെ നജസാവുന്നല്ലാതെ ശരീരം ശുദ്ധമാണ്. പക്ഷെ പറഞ്ഞ നജാസത്ത് എന്താണ്? ഷിർക്കിൻ്റെ നജാസത്താണ്, ഷിർക്കിൻ്റെ കുഫറിൻ്റെ നജാസത്താണ്. അത് വൃത്തികേടാണ്, മ്ലേച്ഛതയാണ്. അതുപോലെ പാപങ്ങളും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും അത്ര വരില്ല എങ്കിലും അല്ലാഹു അക്ബർ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, നീ എന്നെ കഴുകി ശുദ്ധിയാക്കണമേ പാപങ്ങളിൽ നിന്ന്, വെള്ളം കൊണ്ട്, ബിൽമാഇ വസ്സൽജി വൽബറദ്, വെള്ളം കൊണ്ട്, മഞ്ഞുകൊണ്ട്, ആലിപ്പഴം കൊണ്ട്, അങ്ങേറ്റം ശുദ്ധിയാക്കുന്നതിൻ്റെ രൂപമാണ്. അഴുക്കുള്ള വസ്ത്രം, വെള്ള വസ്ത്രം, അത് അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ നീ എന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത്. എന്തുകൊണ്ടാണ്? അത് തിന്മ നജസാണ്. അതുപോലെ അത് കനലാണ്, തീയാണ്, അത് പുകഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക, ഇതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ ഖൽബിനെയാണ്, ഹൃദയത്തിനെയാണ് ഈ തിന്മകളുടെ ഒക്കെ നജസ് ബാധിക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ ശുദ്ധീകരിക്കും. ഒരു പാപവും നീ തൗബ ചെയ്യാതെ കിടന്നുറങ്ങിപ്പോകരുത്. ഒരു തിന്മയും അവശേഷിപ്പിച്ചുകൊണ്ട് നീ ഉറങ്ങിപ്പോകരുത്. കാര്യം അപകടമാണ്. ഈ കറയും കൊണ്ട് മരിച്ചുപോയാൽ വലിയ അപകടമാണ് കാര്യം. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് എപ്പോഴും തൗബ നമ്മൾ ശ്രദ്ധിക്കുക, തൗബ തുടർന്നുകൊണ്ടിരിക്കുക, തൗവാബുകളാവുക, എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാവുക. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.